ഷാർജയിലെ അതുല്യയുടെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ജൂലൈ 19 കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിരുന്നു. വിരളുമായി ലിജോ റോളൻസ് ചെയ്യുന്നു. ലിജോ, എന്താണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടാനുള്ള കാരണം? അജിൻഷ, നേരത്തെ തന്നെ കുടുംബം നൽകിയ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വിവിധമായിട്ടുള്ള വകുപ്പുകൾ, വിദേശത്തുള്ള ഒരാളെയാണ് പ്രതി ചേർത്തുകൊണ്ടുള്ള കേസ് എടുത്തിരുന്നത്, ഭർത്താവായിട്ടുള്ള സതീഷിനെ. ആ സമയത്ത് തന്നെ ചില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ടായിരുന്നു കാര്യം, ഈ റെഡ് കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് ഇന്റർപോളിനെ സമീപിച്ച് ഇയാളെ നാട്ടിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ലോക്കൽ പോലീസിന് ചില പരിമിതികളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിയുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെയാകും. അതുകൊണ്ട് എന്തായാലും കൈമാറാൻ സാധ്യത ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെ നടത്തിയതും ആ സംഘത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇനി പൂർണ്ണമായിട്ടും ഈ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണവുമായി എന്തായാലും ഇനി മുന്നോട്ട് പോകും. കുടുംബം ആരോപിക്കുന്നത് പോലെ, കുടുംബം പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. അതായത് ഭർത്താവ് സതീഷിനേറ്റ ക്രൂരമായ പീഡനമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ അത്തരത്തിൽ അന്വേഷണവുമായി പോകണമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് തന്നെ അന്വേഷണം കൈമാറണം. അത്തരത്തിൽ ഏതാണ് അന്വേഷണ സംഘം, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. അതിനുശേഷമായിരിക്കും പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ലിജോ.